ചില സീരീസുകൾ ഒട്ടും പ്രതീക്ഷയില്ലാതെ തുടങ്ങി വൈകാതെ തന്നെ അഡിക്റ്റായി കുറേ കാലം കാണാതെ മാറ്റിവെച്ചതിൽ കുറ്റബോധം തോന്നാറുണ്ട്. അത്തരത്തിൽ എന്നെ ഏറ്റവും ഞെട്ടിച്ച സീരീസാണ് പേഴ്സൺ ഓഫ് ഇൻട്രസ്റ്റ്. പൊതുവെ ആക്ഷൻ ത്രില്ലേഴ്സിനേക്കാൾ ക്രൈം ഡ്രാമയ്ക്ക് മുൻഗണന കൊടുക്കുന്ന ആളാണെങ്കിലും ഈ സീരീസ് എനിക്ക് പൂർണ്ണ സംതൃപ്തി നൽകി. ന്യൂയോർക്ക് സിറ്റിയിലാണ് സീരീസ് പ്രധാനമായും നടക്കുന്നത്. കഥ തുടങ്ങുന്നത് ഇയാളിൽ നിന്നാണ്. ഒരു സബ്വേ ട്രെയിനിൽ നടക്കുന്ന ഈ സംഭവത്തിന് ശേഷം ഇയാൾ പോലീസ് കസ്റ്റഡിയിലാവുന്നു. ഇയാളുടെ ഹൈ ഫൈറ്റിംഗ് സ്കിൽസ് കണ്ട് ഇയാൾ ഒരു പഴയ ഏജന്റ് ആവാം എന്ന് ഡിറ്റക്റ്റീവ് കാർട്ടർ സംശയിക്കുന്നു. പക്ഷേ ഇയാളുടെ കയ്യിൽ നിന്ന് ഒരു രേഖയും ഇവർക്ക് കിട്ടുന്നില്ല. എന്നാൽ ഉടനെ തന്നെ ഒരു വക്കീൽ വന്ന് ഇയാളെ ഇറക്കിക്കൊണ്ടുപോകുന്നു. അതിന് പിന്നിൽ ഹെറോൾഡ് ഫിഞ്ച് ആയിരുന്നു. ശേഷം ഇവർ രണ്ടുപേരും ആരൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നു. സ്വന്തമായി വീടോ ഐഡന്റിറ്റിയോ ഇല്ലാത്ത ജോൺ റീസ് ഒരു പഴയ CIA ഏജന്റാണ്. CIA-യും അമേരിക്കൻ ഗവൺമെന്റും കരുതുന്നത് ജോൺ കൊല്ലപ്പെട്ടു എന്നാണ്. മറ്റേത് ഹെറോൾഡ് ഫിഞ്ച്, ഒരു കോടീശ്വരനായ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ, ജീനിയസ്, ബിസിനസ്മാൻ, അങ്ങനെ പലതും. ഹെറോൾഡ് തന്റെ ആവശ്യങ്ങൾ ജോണിനോട് പറയുന്നു. ഈ ആവശ്യം തന്നെയാണ് ഈ സീരീസിന്റെ വൺ ലൈൻ എന്നും പറയാം. 9/11 തീവ്രവാദ ആക്രമണത്തിന് ശേഷം അമേരിക്കൻ ഗവൺമെന്റ് ഒരു മെഷീന്റെ സഹായത്തോടെ രാജ്യത്തെ മുഴുവൻ വാച്ച് ചെയ്യാൻ തീരുമാനിക്കുന്നു. ലക്ഷ്യം വരാൻ പോകുന്ന ആക്രമണങ്ങളെ മുൻകൂട്ടി കണ്ട് തടയുക. പക്ഷേ മെഷീൻ ആക്രമണങ്ങൾ മാത്രമല്ല കാണുന്നത്, പ്ലാൻ ചെയ്ത് ചെയ്യുന്ന എല്ലാ കുറ്റകൃത്യങ്ങളും മെഷീൻ കാണുന്നുണ്ട്. പക്ഷേ ഗവൺമെന്റ് അവയെല്ലാം ഇറലവന്റ് അഥവാ അപ്രസക്തമായവ എന്ന നിലയിലാണ് കാണുന്നത്. അവർക്ക് വേണ്ടത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ആക്രമണങ്ങൾ മാത്രമാണ്. സാധാരണ കൊലപാതകങ്ങൾ തടയാൻ ഗവൺമെന്റിന് ഉദ്ദേശമില്ല. ഇതെല്ലാം ഹെറോൾഡിന് അറിയാൻ കാരണം ആ മെഷീൻ ഉണ്ടാക്കിയത് ഹെറോൾഡാണ്. എന്നാൽ ഹെറോൾഡിന് ഇത് മനസ്സുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഒരുപാട് കൊലപാതകങ്ങൾ മുൻകൂട്ടി കാണാൻ കഴിഞ്ഞിട്ടും അത് തടയാൻ തനിക്ക് കഴിയുന്നില്ലല്ലോ എന്ന നിരാശ കൊണ്ട് ഹെറോൾഡ് ജോൺ റീസ് എന്ന ഈ CIA ഏജന്റിന്റെ സഹായം തേടുന്നു ഇത്തരം കൊലപാതകങ്ങൾ തടയാൻ. അതിനുവേണ്ട എല്ലാ ചിലവുകളും ഫിഞ്ച് തന്നെ വഹിക്കും. ജോണിന് ശമ്പളവും കൊടുക്കും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഈ മെഷീൻ ഒരു നമ്പർ മാത്രമാണ് നൽകുക. നടക്കാൻ പോകുന്ന ആ സംഭവത്തിൽ ഉൾപ്പെടുന്ന ഒരാളുടെ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ. അതുകൊണ്ട് തന്നെ ആ നമ്പർ അല്ലെങ്കിൽ ആ വ്യക്തി കൊലപാതകിയാണോ അതോ കൊല്ലപ്പെടാൻ പോകുന്ന ആളാണോ എന്ന് ഇവർക്കറിയില്ല. അത് കണ്ടുപിടിക്കണം. കൂടാതെ കൊലപാതകം തടയുകയും വേണം. ഇതാണ് ഇവർ രണ്ടുപേരുടെയും മിഷൻ. ഓരോ എപ്പിസോഡിലും ഓരോ മിഷൻ എന്ന രീതിയിൽ തുടങ്ങുന്ന സീരീസ് പിന്നെ അങ്ങോട്ട് ജോണിന്റെ ഒരുപാട് സംശയങ്ങൾക്കുള്ള ഉത്തരം തേടലാണ്. ശരിക്കും ആരാണ് ഹെറോൾഡ്? മെഷീൻ എവിടെയാണ്? എങ്ങനെയാണ് മെഷീന് ഈ വിവരങ്ങൾ ലഭിക്കുന്നത്? ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണ്? മെഷീനും ഹെറോൾഡും എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾ നമുക്കും ജോണിനുമുണ്ട്. അതേസമയം ഓരോ മിഷനിലും ജോൺ ഒരു ദയയുമില്ലാതെ ആളുകളെ ആക്രമിക്കുന്നുണ്ട്, വെടിവെക്കുന്നുണ്ട്, ഇടിച്ചൊരു വഴിയാക്കുന്നുണ്ട്. ഇതെല്ലാം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ദ മാൻ ഇൻ ദ സൂട്ട് എന്ന പേരിൽ ഒരാൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയ ഡിറ്റക്റ്റീവ് കാർട്ടറും ഇവരുടെ പിന്നാലെയുണ്ട്. ആദ്യ സീസൺ ഒരു സെറ്റിംഗ് മാത്രമാണ്. രണ്ടാം സീസൺ മുതൽ അങ്ങോട്ട് സീരീസ് ഒരു വേറെ ലെവലിലേക്കാണ് പോകുന്നത്. ഓരോ സീസൺ കഴിയുമ്പോഴും മികച്ചതാവുന്ന ചുരുക്കം ചില സീരീസുകൾ ഒന്നാണിത്. ഇതൊരു ആക്ഷൻ ക്രൈം ത്രില്ലർ സീരീസ് ആണെന്ന് ഉറപ്പാണ്. എന്നാൽ ഇതിൽ സയൻസ് ഫിക്ഷൻ്റെ ഒരു ബേസ് ആണ്. പക്ഷേ ഫിക്ഷൻ ആണോ എന്ന് സീരീസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒന്നുകൂടി ചിന്തിക്കേണ്ടി വരും. അത്രയും കൺവിൻസിംഗ് ആയിട്ടാണ് മാറുന്ന ലോകത്തിലെ ടെക്നോളജി സീരീസ് നമ്മുടെ മുന്നിൽ വെക്കുന്നത്. ഒരു പക്ഷേ സീരീസിൽ പറയുന്ന പലതും ഇപ്പോൾ തന്നെ ലോകത്ത് നടക്കുന്നതുമാവാം. കൂടുതൽ പറഞ്ഞാൽ സ്പോയിലർ ആയേക്കാം. അത് നേരിൽ തന്നെ കണ്ടറിയുന്നതാണ് നല്ലത്. മെഷീനെ സീരീസിലെ ഒരു കഥാപാത്രമായി തന്നെയാണ് കാണിക്കുന്നത്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന CCTV വിഷ്വൽസ്, ട്രാൻസിഷൻ ഒക്കെയാണ്. അതുകൊണ്ട് സീരീസ് കാണുമ്പോൾ ആരൊക്കെയോ നമ്മളെയും വാച്ച് ചെയ്യുന്നുണ്ട് എന്ന ഫീലിംഗ് നൽകാൻ കഴിയുന്നുണ്ട്. സീരീസിന്റെ ബലം അതിന്റെ സ്ക്രിപ്റ്റ് തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം ഇതിലെ കാസ്റ്റും ഒരു വലിയ പ്ലസ് പോയിന്റ് ആണ്. ജോൺ റീസ്, ഹെറോൾഡ് ഫിഞ്ച്, ഡിറ്റക്റ്റീവ് കാർട്ടർ, ഫസ്കോ, പിന്നീട് വരുന്ന മറ്റ് 2 ഫീമെയിൽ മെയിൻ ലീഡുകൾ എന്നിവർ മാത്രമല്ല, ഓരോ എപ്പിസോഡിലും വരുന്ന ആക്ടേഴ്സ് പോലും വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഇതിലെ ആക്ഷൻ സീനുകളും ഗൺ ഫൈറ്റും ഒക്കെ സിനിമാറ്റിക് റേഞ്ചാണ്. ഒരു തരത്തിലും സീരീസ് മേക്കിങ്ങിൽ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ജോൺ റീസ് സീരീസുകളിലെ ജോൺ വിക്ക് ആണെന്ന് തന്നെ പറയാം. ജോൺ റീസിന്റെ വാക്കുകൾ തന്നെ കടമെടുത്താൽ, ഐ ഡോണ്ട് ലൈക്ക് കില്ലിംഗ് പീപ്പിൾ ബട്ട് ഐ എം വെരി ഗുഡ് അറ്റ് ഇറ്റ്. ഒറ്റ വാചകത്തിൽ അതാണ് ജോൺ. പാസ്റ്റിലും പ്രസന്റിലും കഥ പുരോഗമിക്കുമ്പോൾ ഹെറോൾഡ്, ജോൺ എന്നിവരുടെ ക്യാരക്ടറിന് നല്ല ഡെപ്ത് കിട്ടുന്നുണ്ട്. ഓരോ സീസണും അവസാനിക്കുമ്പോൾ കഥയുടെ വളർച്ചയും അതിന്റെ പിന്നിലെ പ്ലാനിങ്ങും കണ്ട് നമ്മൾ ഞെട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിന്റെ ക്രെഡിറ്റ് ക്രിയേറ്റർ ജോനാഥൻ നോളനാണ്. വെസ്റ്റ് വേൾഡ് പോലൊരു തീമൊക്കെ കൈവെക്കാനുള്ള പൂർണ്ണ ധൈര്യം അദ്ദേഹത്തിന് കിട്ടിയതിന് കാരണം പേഴ്സൺ ഓഫ് ഇൻട്രസ്റ്റ് നൽകിയ ശക്തി തന്നെയാവണം. 5 സീസണുകളായി 103 എപ്പിസോഡുകളാണുള്ളത്. ഓരോ എപ്പിസോഡ് 45 മിനിറ്റാണ് ഡ്യൂറേഷൻ. IMDbയിൽ ഓവറോൾ റേറ്റിംഗ് 8.4 ആണെങ്കിലും ഓരോ എപ്പിസോഡ് റേറ്റിംഗ് അതിനേക്കാൾ ഒരുപാട് മുകളിലാണ്. എല്ലാ സീസൺ ഫിനാലേക്കും 9.5-ന് മേലെയാണ് റേറ്റിംഗ്. അതാണ് ഈ സീരീസിന്റെ റേഞ്ച്. ഈ സീരീസ് ആക്ഷന്റെയും ത്രില്ലറിന്റെയും ഒരു നല്ല മിക്സാണ്. ഒരേ സമയം ദ വയർ പോലെയുള്ള സ്റ്റോറിയും ക്യാരക്ടറും ഉണ്ട്. അതേസമയം ജെയ്സൺ ബോണ്ട് പോലെ ഇന്റർനാഷണൽ അപ്പീലുള്ള ആക്ഷൻ ത്രില്ലറുമാണ്. അതുകൊണ്ട് തന്നെ ഒരു ലാർജ് ഓഡിയൻസിന് അപ്പീലാകുന്ന എല്ലാം ഇതിലുണ്ട്. അശ്ലീല രംഗങ്ങളോ ഓവർ വയലൻസോ സീരീസിലില്ല. എങ്കിലും വേണ്ട പോപ്പുലാരിറ്റി ഈ സീരീസിന് കിട്ടിയില്ല. ആദ്യ സീസണിൽ തന്നെ ഒരു നോർമൽ ആക്ഷൻ ത്രില്ലർ എന്ന് കരുതി തഴയപ്പെട്ടിട്ടുണ്ടാകാം. ചിലപ്പോൾ ദ ബിഗർ പിക്ചറിന് വേണ്ടി ആളുകൾ തുടർന്ന് കാണാത്തത് കൊണ്ടുമാകാം. നിങ്ങളും ആ അബദ്ധം ചെയ്യാതിരിക്കാൻ ഞാൻ ഉറപ്പ് തരാം. ഈ സീരീസിലെ ആദ്യ എപ്പിസോഡുകൾ കാണുന്നതല്ല തുടർന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. സംശയമില്ലാതെ പറയാനാകും ഇത് തന്നെയാണ് ഏറ്റവും അണ്ടർ റേറ്റഡ് സീരീസ് എന്ന്.